ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും പുതിയതായിട്ട് നിർമ്മിച്ച ചില പാലങ്ങൾ നോക്കിയാലോ. ഇതിൽ ഒന്നാമത്തെ പാലം എന്ന് പറയുന്നത് ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിരുന്ന മുപ്പാലം ഇന്ന് നാൽപ്പാലമായി മാറിയിരിക്കുകയാണ്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച മുപ്പാലം കാലപ്പഴക്കം കാരണം പുതുക്കി പണിയുകയായിരുന്നു. പൊതുവേ നമ്മുടെ നാട്ടില് കോൺക്രീറ്റും കമ്പിയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കാറാണ് പതിവ്. പക്ഷെ ആ ഒരു പ്രതീക്ഷ ഈ ഒരു ഗവൺമെന്റ് തെറ്റിക്കുകയായിരുന്നു. വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു നാൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഒരു വെറൈറ്റി പാലമാണ്. മുകളിൽ റോഡും താഴെ നടപ്പാതയുമുള്ള പടഹാരം പാലം. തകഴി നെടുമുടി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് പമ്പാ നദിക്ക് കുറുകെയാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ മറ്റു പാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 8 വാച്ച് ടവറുകളാണ് ഈ ഒരു പാലത്തിൽ കൊടുത്തിരിക്കുന്നത്. 453 മീറ്റർ ആണ് ഈ ഒരു പാലത്തിന്റെ നീളം വരുന്നത് കേട്ടോ. ഇനി അടുത്ത പാലത്തിനും ഒരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് പാലമാണ്. പക്ഷിച്ചിറകിന്റെ മാതൃകയിൽ നിർമ്മിച്ച 4 പാലമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്പലപ്പുഴ തിരുവല്ല സ്റ്റേറ്റ് ഹൈവേയും നാഷണൽ ഹൈവേ 66 ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. പമ്പാ നദിക്ക് മുകളിലൂടെയാണ് പാലം പോകുന്നതെങ്കിലും നദിക്ക് കുറുകെ ഒരു പില്ലർ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പാലത്തിനും വലിയൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കേരളത്തിലെ തന്നെ കായലിന് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലമാണിത്. പെരുമ്പളം പാലം. വേമ്പനാട്ട് കായലിന് കുറുകെയാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. 100 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ ഒരു പാലത്തിന് 1115 മീറ്റർ ആണ് നീളം വരുന്നത്. എന്തായാലും മനോഹരങ്ങളായിട്ടുള്ള ഈ പാലങ്ങളൊക്കെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ടൂറിസത്തിന്റെ വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല.